ഓട്ടോറിക്ഷ തൊഴിലാളിയിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ ആളാണ് CS ബിനോയ്. 4 വർഷം പൂർത്തിയാകുന്നു. ഇപ്പോൾ അവിശ്വാസത്തിലൂടെ പുറത്തായിരിക്കുകയാണ്. വീണ്ടും ഓട്ടോറിക്ഷ തൊഴിലാളിയെ തന്നെ മാറുകയാണോ? ഞാൻ എൻ്റെ വണ്ടി അന്ന് മുതലേ ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ടു നടക്കുക. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ, വൃത്തിയായിട്ട് വണ്ടി സൂക്ഷിച്ച് കൊണ്ടു നടക്കുകയാണ്. ഓട്ടോറിക്ഷയാണ് എന്നെ ഇത്രയും ആക്കിയത്. കാരണം ഞാൻ പഞ്ചായത്തിൻ്റെ ജനങ്ങളുമായിട്ട്, എൻ്റെ വാർഡിലെ ജനങ്ങളുമായിട്ടും എല്ലാം ഈ ഓട്ടോറിക്ഷ മുഖേന ഉണ്ടാക്കിയ ബന്ധമാണ് ഇന്ന് ഈ മെമ്പറാകാനും പഞ്ചായത്ത് പ്രസിഡന്റും ആകാൻ എന്നെ സഹായിച്ചത്. ഇപ്പോൾ പഞ്ചായത്തിലെ CPM അംഗങ്ങൾ എതിർത്തു. അതേസമയം CPM ജില്ലാ സെക്രട്ടറി കൊടുത്ത വിപ്പ് പ്രകാരം അങ്ങേക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനായിരുന്നു നിർദ്ദേശം. എന്താണ് CPM നേതൃത്വത്തിന് ഇത്ര പ്രീതി? പാർട്ടിയിൽ നിന്ന് ഞാൻ രാജിവെച്ചിട്ടാണ് അന്ന് പോകുന്നതെങ്കിലും പാർട്ടിയിൽ നിന്ന് അത് പുറത്താക്കുക എന്നുള്ള പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് പാർട്ടി അത് ചെയ്തു എന്നുള്ളതല്ലാതെ പാർട്ടിക്ക് വ്യക്തിപരമായിട്ട് എന്നോടൊരു വൈരാഗ്യം ഉള്ളതായിട്ട് എനിക്ക് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നി. ഭാവിയിൽ CPM ആണ് ആ പാർട്ടിയിലെ എൻ്റെ വിശ്വാസം എന്നും ഉണ്ടാകും. അവിശ്വാസത്തിന് പ്രധാനപ്പെട്ട കാരണമായി CPM അംഗങ്ങൾ ഉന്നയിക്കുന്ന അഴിമതി, അതിൽ തന്നെ അംഗൻവാടി ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ ഭാര്യ പട്ടികയിൽ വന്നു എന്നുള്ളതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ഒരിടത്തും പറയപ്പെടുന്നില്ല. 2 വേക്കൻസിയാണുള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് ഓപ്പൺ മെറിറ്റ് ആണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ജാതി സംവരണമാണ്, ഈഴവയ്ക്കാണ്. അതേ ഇനി 50ാമത്തെ സ്ഥാനമാണെന്ന് പറഞ്ഞാലും അതിനകത്ത് ഈഴവിൽ ആരാണ് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അവർക്കാണ് 2ാമത്തേത് കിട്ടത്തുള്ളൂ. ഈ അവിശ്വാസത്തിലൂടെ പാർട്ടി വിപ്പ് ലംഘിച്ച് പ്രവർത്തിച്ച CPM അംഗങ്ങൾ പാർട്ടിക്ക് പുറത്തേക്കും അതോടൊപ്പം തന്നെ ഒരുപക്ഷെ CS ബിനോയ് പാർട്ടിക്ക് ഉള്ളിലേക്കും വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.